ഈ വീഡിയോയിൽ ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധകാലയളവിൽ ഞങ്ങളുടെ മിസൈൽ ആൻഡ് ഡ്രോൺ പ്രൊഡക്ഷൻ ഞങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്, വല്ലാത്ത രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് എന്തിൻ്റെ കോൺട്രാഡിക്ഷൻ ആണെന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ നിന്നും ട്രംപ് ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇറാൻ്റെ മിസൈൽ പ്രൊഡക്ഷൻ, ഡ്രോൺ പ്രൊഡക്ഷൻ എല്ലാം തന്നെ ലിമിറ്റഡ് ആണ്, വളരെ കുറഞ്ഞ അളവിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇറാനെ ഇനി അടിച്ചൊതുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിൽ വളരെ ലാഭകത്തോടു കൂടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രംപ് ഇത്തരത്തിലാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നത്. ഇതൊക്കെ സൈക്കോളജിക്കൽ വാർഫെയർ മെത്തേഡാണ്. കാരണം ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇറാനിലൊന്നുമില്ല, ആക്രമണം നടത്താൻ ഒന്നുമില്ല, എല്ലാം ഞങ്ങൾ അടിച്ച് തകർത്ത് കളഞ്ഞു, ഇനി അവിടെ ആക്രമണം നടത്താൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിലാണ് ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. 40 ദിവസത്തെ യുദ്ധം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത്രയും 9 ദിവസം അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തുണ്ടായിട്ടാണ് അവിടെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരുന്നത്? അതായത് യുദ്ധത്തിൻ്റെ മോട്ടീവ് മാറിയിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇറാൻ്റെ ആണവായുധ മാനുഫാക്ചറിങ് അതായിരുന്നു മെയിനായിട്ടുള്ള കൺസേൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യുദ്ധത്തിന് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ഇപ്പം യുദ്ധം എത്തി നിൽക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലെ ഫ്രീ നാവിഗേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്രമണങ്ങളുടെ രീതി മാറിയിട്ടുണ്ട്, ആക്രമണങ്ങളുടെ ലൊക്കേഷൻ മാറിയിട്ടുണ്ട്, ആക്രമണത്തിൻ്റെ പ്രത്യേകതകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇറാൻ്റെ ഇൻസൈഡ് മേഖലകളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഇപ്പം നടക്കുന്നില്ല. എല്ലാം തന്നെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇറാൻ്റെ ഉള്ളിൽ മിസൈൽ സ്റ്റോറേജും ഡ്രോൺ മാനുഫാക്ചറിങ് ഇതെല്ലാം തന്നെ ഉള്ളിൽ നടക്കുന്നുണ്ടാവാം. തെഹ്റാനിൽ നടക്കുന്നുണ്ടാവാം, ഛബ്രീസിൽ നടക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ പല മേഖലകളിലും അവർക്ക് രഹസ്യമായിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. അവർ പല സ്ഥലങ്ങളിലും തുരങ്കങ്ങൾ പണിത് അതിൻ്റെ ഉള്ളിലാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമല്ല. ഇസ്രായേൽ തന്നെ പല തുരങ്കങ്ങളും പാറകളുടെ വൈബ്രേഷൻ വെച്ചിട്ട് അത് മോണിറ്റർ ചെയ്ത്, അത് കുറച്ച് സമയമെടുത്ത് അതിനെ മോണിറ്റർ ചെയ്ത് പാറകളുടെ വൈബ്രേഷൻ്റെ രീതി, നോർമലി ഇരിക്കുന്ന പാറയും ഈ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാറയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പിക്കാസോ മൗണ്ടൻ്റെ ഉള്ളിൽ അവർ മിസൈൽ ശേഖരങ്ങളും അതേപോലെ തന്നെ ആണവായുധ നിർമ്മാണവും അതുപോലെ തന്നെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റിയൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ നടത്തിയ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിനിഞ്ഞാന്ന് കൂടി അവർ ഒരു വീഡിയോ ഫുട്ടേജ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ടണലിൻ്റെ വീഡിയോ ആണ്, അണ്ടർഗ്രൗണ്ട് ടണലിൻ്റെ വീഡിയോ ആണ്. അവിടെ മൊത്തത്തിൽ മിസൈൽ ശേഖരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രം, ഇറാൻ പറയുന്നത് ഈ കാര്യത്തിൽ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അവർ മിസൈൽ പ്രൊഡക്ഷൻസും ഡ്രോൺ പ്രൊഡക്ഷനും അവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരിപ്പോൾ 10 ദിവസം ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് പാകിസ്ഥാൻ ത്രൂ അമേരിക്കയിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്രൊപ്പോസൽ. അതിപ്പോൾ അമേരിക്ക അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രോൺ പ്രൊഡക്ഷനും മിസൈൽ പ്രൊഡക്ഷനും കൂടുതൽ വർദ്ധിപ്പിക്കും, അവർ വ്യാപകമായിട്ട് വർദ്ധിപ്പിക്കും. എന്നിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിരിക്കും അവർ എയിം ചെയ്യുന്നത്. ബഹ്റൈനിലും കുവൈറ്റിലും ഒക്കെ സൈറൻ സൗണ്ടുകൾ വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. മിസൈലുകളും ഡ്രോണുകളും എല്ലാം വരുന്നുണ്ട്. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ ഒക്കെ തന്നെ ഇത്തരത്തിൽ ഇറാൻ തുടർച്ചയായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഹൂത്തികളാണെന്നുണ്ടെങ്കിൽ സൗദിയുടെ ഷിപ്പുകൾക്കെതിരെ നേവൽ ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൂത്തികളുടെ മിലിറ്ററി സ്പോക്സ് പേഴ്സണാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ, ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോൾ എന്ന് പറഞ്ഞാൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണോ, സീസ് ഫയർ വേണോ എന്നുള്ള രീതിയിലുള്ള ഒരു പോളാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. അതിനകത്ത് വലിയ വ്യത്യാസമില്ല, ഓൾമോസ്റ്റ് ഈക്വലാണ്. 60.4% ആൾക്കാർ യുദ്ധം നിർത്തണമെന്നും അതുപോലെ തന്നെ ഒരു പീസ് ഡീലിലേക്ക് മടങ്ങണം എന്നുള്ള രീതിയിൽ, അതായത് ഇതിനു മുമ്പ് ഓപ്പൺ ചെയ്തിരുന്ന MOU ഉണ്ടല്ലോ, ആ MOUമായിട്ട് ബന്ധപ്പെട്ട കരാറിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ആ പോളിൽ. അപ്പം അതിനെ മാനിച്ചുകൊണ്ട് ട്രംപ് പറയുന്നത് അത് വലിയ രീതിയിലുള്ളൊരു മാർജിനല്ല, എന്നാലും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ 60 ഡേയ്സ് സീസ് ഫയർ വീണ്ടും പുനഃസ്ഥാപിക്കാൻ അമേരിക്ക തയ്യാറാണ്. പക്ഷേ അത് കപ്പലുകളുടെ ഫ്രീ നേവിഗേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടാണ്, നോ ടോൾ ചാർജസ്. എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു സൈഡിൽ കൂടെ അമേരിക്കയുടെ കാല് പിടിക്കുകയും മറ്റൊരു സൈഡിൽ കൂടെ ഞങ്ങൾ ഇറാൻ വലിയ ആൾക്കാരാണ്, ഭയങ്കര ഡിറ്ററൻസ് ഉള്ള ആൾക്കാരാണെന്ന് പറയുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇറാനുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു സൈഡിൽ പാകിസ്ഥാനെ വെച്ചിട്ട് അമേരിക്കയുടെ കാല് പിടിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറാൻ ആർമി സേസ് വി വിൽ കണ്ടിന്യൂ അൻറ്റിൽ ഫുൾ ഡിറ്ററൻസ് അച്ചീവ്ഡ്. ഇതാണ് ഇറാൻ്റെ ആർമി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇറാൻ ഇന്ന് ബഹ്റൈൻ്റെ എയർ നേവിഗേഷൻ സിസ്റ്റം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബഹ്റൈൻ്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ക്രൈസിസ്, IRGCക്ക് ഇറാൻ്റെ ഉള്ളിൽ നിന്നും കിട്ടുന്ന പബ്ലിക് സപ്പോർട്ട് കുറയാൻ സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് എക്കണോമിക് കൊലാപ്സ്. ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് IRGCക്കെതിരെ പൊതുജനങ്ങൾ തിരിയാനുള്ള സാധ്യതയുണ്ടെന്നാണ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നലത്തെ അമേരിക്കയുടെ ആക്രമണത്തിൽ, അതായത് 9ാമത്തെ ദിവസം നടത്തിയ അറ്റാക്കിൽ ഇറാൻ്റെ വാട്ടർ അതേപോലെ പവർ സെക്ടേഴ്സ് 2 ഏരിയകളും
ഡാമേജ് ആയിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഇറാൻ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് ഫ്രീ ആയിട്ട് വിട്ടിരിക്കണം, അതിലേക്ക് ഒരു രീതിയിലുള്ള ഇടപെടലും ഇറാൻ നടത്തരുതെന്നാണ് അമേരിക്ക പറയുന്നത്. ഇസ്രായേൽ അവരുടെ സെക്യൂരിറ്റി ക്യാബിനറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ചർച്ചയാകുന്നത്. സദൻ ഇറാനിൽ ഒരു സുന്നി ക്ലറിക്കിനെ അൺനൗൺ ഗൺമാൻ കൊലപ്പെടുത്തി വെടിവെച്ച്. ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ കൊല്ലപ്പെട്ടത് സുന്നി ക്ലറിക്കാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് ഫോറിൻ മിനിസ്റ്റർ ഇസ്മായിൽ ബാഗേരിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക കാർഗ് ഐലൻഡിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ ജനങ്ങൾ തന്നെ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കും, ഞങ്ങൾ റെഡിയായിരിക്കുകയാണ്, മോസ്റ്റ് വെൽക്കം ടു കാർഗ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ സോൾജേഴ്സിന് ക്ഷണം നൽകിയിരിക്കുകയാണ് ഇറാൻ. അതായത് അമേരിക്ക കാർഗ് ഐലൻഡിനെ പിടിച്ചെടുക്കുമെന്നുള്ളൊരു ഭീതിയുണ്ട്. ആ പേടിയിലാണ് ശരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാർഗ് ഐലൻഡിനെ എങ്ങാനും തൊടാൻ വന്നു കഴിഞ്ഞാൽ ഇറാൻ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ശക്തമായിട്ടുള്ള ആക്രമണങ്ങളല്ല നടത്തുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടന്ന അവരുടെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖൊമേനിയെ തന്നെ കൊലപ്പെടുത്തിയതിന് ശേഷവും അവർക്ക് ശക്തമായ ആക്രമണം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാർഗ് ഐലൻഡിനെ തൊട്ട് കഴിഞ്ഞാൽ അവർ ശക്തമായി ആക്രമിക്കും. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാനിൽ ആളെ അയച്ച് നെഗോസിയേഷന് വേണ്ടിയിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയിട്ട് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഹാൾട്ടഡ് മെമ്മോറണ്ടം, അതായത് ഇതിനു മുമ്പ് ഒപ്പുവെച്ച ആ ഒരു MOU ഉണ്ടല്ലോ, ആ MOU ഞങ്ങൾ വീണ്ടും പരിഗണനയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് US-ൻ്റെ ആക്ഷൻ, അമേരിക്കയുടെ ആക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഞങ്ങളതിനെ മുഖവിലേക്ക് എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളതിനെ തള്ളിക്കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ പാർലമെൻറ്റിൽ തന്നെ ഇത് കീറിക്കളഞ്ഞ ഒരു സാധനമാണ്. അതിനെ എടുത്ത് മുന്നോട്ട് കൊണ്ടുവരാണ്. എന്താണ് സംഗതി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പാകിസ്ഥാൻ ഈ കുളം ഒന്ന് കലക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരാണ് ഇതിനകത്ത് മീൻ പിടിക്കാൻ പോകുന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ. ഇനി നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് അർമേനിയ, അതേപോലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ഡിഫൻസ് പാർട്ട്ണർഷിപ്പിന് തയ്യാറാവുകയാണ്. അസ്ത്ര BVR മിസൈല് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്, ഇൻക്ലൂഡിങ് സൗദി അറേബ്യ. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് അസ്ത്ര എന്ന് പറയുന്നത്. T-90 MS ടാങ്ക് ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് റഷ്യ പുതിയ ഓഫറുമായിട്ട് വന്നിട്ടുണ്ട്. ISRO തുടർച്ചയായിട്ട് ഇനി അടുത്ത 7 ലോഞ്ചുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ റെഡി കണ്ടീഷനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് ISRO ഇനി വരും ദിവസങ്ങളിൽ ബിസിയസ്റ്റ് ഷെഡ്യൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള മനിലയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ, അമേരിക്ക ഇവരെല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്വാഡിലേക്ക് ഫിലിപ്പൈൻസിനെ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയുടെ എൻവോയ് ആയിട്ടുള്ള സെർജിയോ ഗോർ പങ്കെടുക്കുന്നുണ്ട്. സെർജിയോ ഗോർ പറഞ്ഞിരിക്കുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക് പോളിസി വേണം ക്വാഡ് രാജ്യങ്ങൾ തമ്മിൽ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ എംബസി ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണം. അതേപോലെ ഇറാനിൽ ഇന്ത്യക്കാരുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ എക്സിറ്റ് ആവണം എത്രയും വേഗം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇന്ത്യൻ എംബസി കൊടുത്തിട്ടുണ്ട്. പനാമയുടെ ഫോറിൻ മിനിസ്റ്റർ ജാവിയർ ഇന്ത്യയിലുണ്ട്, ന്യൂഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ 5 ദിവസം ഉണ്ടാവും. ഇന്ത്യയും പാനമയും തമ്മിലുള്ള സ്ട്രാറ്റജിക് ബയലേറ്ററൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്. പിന്നെ പുതിയൊരു വാർത്ത വരുന്നത് മുജ്തബ ഖമനേയി ഇറാനിലില്ല, ഇറാൻ്റെ പുറത്താണ്, എവിടെയോ മുങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിൻ്റെ സൈഡിൽ നിന്നും ഇങ്ങനത്തെ വാർത്തകൾ വരുന്നതായിട്ട് സൗദിയുടെ മാധ്യമമായിട്ടുള്ള അൽ ഹദാദ് എന്ന് പറഞ്ഞ മാധ്യമമാണ് ഈ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് സത്യസന്ധമായിട്ടുള്ള ഒരു വിഷയമാവാൻ സാധ്യത വളരെ കൂടുതലാണ്. മുജ്തബ ഖമനേയി ഇറാനിലില്ല, എവിടെയോ മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.